കമന്റ് ബ്ലോക്ക് ആണ് പിന്നെ കാണാം. അയ്യോ എനിക്ക് വയ്യ. എന്തിത്ര ഫോൺ നോക്കിയിരുന്ന് ചിരിക്കായി? അതൊരു കോമഡിയാണ്. ഞാനാണെങ്കിൽ നീ എപ്പോഴും പറയൂലേ ഞാൻ എപ്പോഴും ഫേസ്ബുക്കിലാണ്, എപ്പോഴും കമന്റാണ്, ലൈക്കാണ്, വേറെ പണിയൊന്നുമില്ലേ. എന്നിട്ട് ഇതുവരെയായിട്ട് എനിക്ക് ബ്ലോക്ക് ആയിട്ടില്ല. എല്ലാവരും പറയും ഫേസ്ബുക്കിന്റെ അൽഗോരിതം അനുസരിച്ചിട്ട് അത് ഇങ്ങനെയാണ്, അത് ബ്ലോക്ക് ആവും എന്നൊക്കെ പറയും. എനിക്ക് ഇതുവരെയായിട്ട് ബ്ലോക്ക് ആയിട്ടില്ല. അത് പേടിക്കണ്ട, ഒരിക്കലും നിനക്ക് ബ്ലോക്ക് കിട്ടാൻ പോകുന്നില്ല. ശരിയാണ്, ഞാൻ ഫേസ്ബുക്കിന്റെ എല്ലാ നിയമങ്ങളും അനുസരിച്ച് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് ബ്ലോക്ക് കിട്ടാത്തത്. എനിക്കറിയാം, ഐ നോ ദാറ്റ്. അതുകൊണ്ടൊന്നും അല്ല, കണ്ടിന്യൂസ് ആയിട്ട് ഫേസ്ബുക്കിൽ ലൈക്കും കമന്റും ഒക്കെ ചെയ്യുമ്പോൾ അത് മനുഷ്യനായിട്ടല്ല കാണുന്നത്. മനുഷ്യന് ഇത്രയും സ്പീഡിൽ ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അത് റോബോട്ടായിട്ടാണ് കണക്കാക്കുന്നത്. അതാണ്, ഞാൻ മനുഷ്യനാണെന്ന് അതിന് മനസ്സിലായി. അതുകൊണ്ടല്ല, മറ്റുള്ളവർ ടൈപ്പ് ചെയ്യുമ്പോൾ എന്തായാലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാറില്ല. അതുകൊണ്ട് ചിലപ്പോൾ അവർ കണ്ടിന്യൂസ് ആയിട്ട് ലൈക്കും കമന്റ് ചെയ്യുമ്പോൾ റോബോട്ടായിട്ട് കണക്കാക്കപ്പെടും. പക്ഷെ നീ ടൈപ്പ് ചെയ്യുമ്പോൾ ഫുൾ അക്ഷരത്തെറ്റാണ്. അതുകൊണ്ട് അവർക്ക് തന്നെ മനസ്സിലാവും ഇതേതോ ഒരു മനുഷ്യൻ. ഓടെ നമ്മൾ ടൈപ്പ് ചെയ്യണേൽ കുറച്ച് അക്ഷരത്തെറ്റൊക്കെ വരുവോടെ. നിങ്ങൾ വലിയ ആൾക്കാരല്ലേ. ഇനിയിപ്പോൾ ഫയർ വുമന്റെ ടെസ്റ്റ് ഉണ്ടല്ലോ, അത് നോക്കട്ടെ. അത് കിട്ടിയിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം കേട്ടാ. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ തീ അണയ്ക്കാനൊക്കെ പോവാല്ലോ, അപ്പോൾ പറഞ്ഞാൽ മതി കേട്ടാ. ഓ, ഫയർ വുമന്റെ ടെസ്റ്റ് അത് അമ്മ പറഞ്ഞോണ്ട് ഞാൻ എഴുതണം. അമ്മ പറഞ്ഞല്ലോ അതിന് തീ അണയ്ക്കാനൊന്നും പോകണ്ട, ഓഫീസിലിരുന്നാൽ മതിയെന്ന്. അത് ശരിയാണ്, പെണ്ണുങ്ങൾക്ക് തീ അണയ്ക്കാനില്ല, അത് കൊളുത്താനേ അറിയാവൂ. അതുകൊണ്ട് പിന്നെ ആ കാര്യത്തിൽ സേഫാണേ. ഓ, എല്ലാം അണയ്ക്കുന്ന ഒരു മാസാണ്.